വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് കേരളം. ദുരന്തത്തിന്റെ വ്യാപ്തി അമ്പരപ്പിക്കുന്നതാണ്. വയനാട് മുണ്ടക്കൈ സാധാരണ നിലയിലേക്ക് എത്താൻ വർഷങ്ങളെടുക്കും. പിന്നെയും വർഷങ്ങളെടുത്താലും മനുഷ്യ മനസ്സിനേറ്റ മുറിവ് മാറുമോ? കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ദുരന്തത്തിന്റെ തീവ്രത അതീവ ഗൗരവത്തോടെ അവതരിപ്പിച്ചു. എന്നാൽ സഭ അത് വേണ്ടവിധം വിഷയം ഉൾക്കൊണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അതിനിടെയാണ് ജോസ് കെ മാണി എംപിയുടെ അതിരൂക്ഷവും വൈകാരികവുമായ പ്രതികരണമുണ്ടായത്. വയനാട് ഉരുൾപൊട്ടലിന്റെ ഗൗരവം കണക്കിലെടുക്കാൻ തയ്യാറാകാത്ത സഭയുടെ നടപടിക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം MP ജോസ് കെ മാണി. കേരളത്തിലെ എംപിമാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സംസാരിക്കാൻ ആദ്യം അനുവദിക്കാതിരുന്ന സ്പീക്കറിന്റെ നടപടിയെ തുടർന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ഉരുൾപൊട്ടലിൽ മരിച്ച 25 പേരുടെ മൃതദേഹം 40 കിലോമീറ്റർ അകലെ അയൽ ജില്ലയായ കോഴിക്കോട് നിന്നാണ് കണ്ടെത്തിയതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. എന്നിട്ടും അംഗങ്ങൾ സംസാരിക്കാനായി ഇത്രത്തോളം സമ്മർദ്ദമുയർത്തേണ്ടി വന്നുവെന്നും ദുരന്തത്തിന് രാഷ്ട്രീയം നൽകരുതെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതേസമയം വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് പാർലമെന്റിൽ അജണ്ട മാറ്റിവെച്ച വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാനാവശ്യപ്പെട്ട് എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിനും രാജ്യസഭയിൽ ചട്ടം 267 പ്രകാരവും നോട്ടീസ് നൽകി. ലോക്സഭയിൽ KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ എന്നിവരും രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി, PV അബ്ദുൽ വഹാബ്, P സന്തോഷ് കുമാർ, JB മേത്തർ, ജോൺ ബ്രിട്ടാസ്, A റഹീം തുടങ്ങിയവരാണ് സഭാധ്യക്ഷന്മാർക്ക് നോട്ടീസ് നൽകിയത്. സഭയുടെ ശൂന്യവേളയിലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിഷയം ഉന്നയിച്ചിരുന്നു. അതിനിടെ വയനാട്ടിൽ രണ്ടാം ദിന രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 സംഘങ്ങളായി 150 സൈനികർ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. സൈനികർ, NDRF, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന അടങ്ങുന്ന സംഘവും ഇതിലുണ്ട്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഹെലികോപ്റ്റർ ഇറക്കുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ മുണ്ടക്കൈയിൽ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം നടക്കുന്നത്. മുണ്ടക്കൈയിൽ 50ലേറെ വീടുകളാണ് തകർന്നിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും മുണ്ടക്കൈയിലും ചൂരൽമലയിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് 98 പേരെ കാണാനില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. ദുരിതബാധിതർക്കായി വയനാട്ടിൽ 8 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 1222 പേരാണ് നിലവിൽ ക്യാമ്പുകളിലുള്ളത്.